നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കടങ്ങോട് പഞ്ചായത്തിലെ ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ തെരുവുനായ ആക്രമിച്ചു. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയും തോന്നല്ലൂർ കല്ലുവളപ്പിൽ ഹംസത്തിന്റെ മകളുമായ ഹന ഷെറിൻ, ചുളിയിൽ സുലൈമാന്റെ ഭാര്യ ഫൗസിയ, കല്ലിങ്ങലകത്ത് കുഞ്ഞുമോൻ ഭാര്യ റുക്കിയ എന്നിവർക്കാണ് കടിയേറ്റത്. രാവിലെ 9:30-നും 10:30-നും ഇടയിൽ ആദൂർ ജുമാഅത്ത് പള്ളിക്ക് സമീപവും കാഞ്ഞിരമുറ്റം പള്ളിക്ക് സമീപത്ത് വെച്ചുമാണ് ആക്രമണമുണ്ടായത്. സ്കൂൾ വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് ഹന ഷെറിനെ ആക്രമിച്ചത്. അസുഖബാധിതയായ 75 വയസ്സുള്ള റുക്കിയയെ വീടിന്റെ അകത്തേക്ക് കയറിയാണ് നായ കടിച്ചത്. 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയ്ക്ക് പേവിഷബാധയുടെ ലക്ഷണമുണ്ട്. നായയെ പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ ഡോഗ് റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു കടങ്ങോട് പിടികൂടി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ കടങ്ങോട് വെറ്റിനറി സർജൻ മനോജ് തെറ്റയിലും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പിടികൂടിയ നായയ്ക്കും പരിസരത്തുള്ള വീടുകളിലെ നായകൾക്കും വാക്സിൻ കുത്തിവെച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വേലൂർ പഞ്ചായത്തിൽ കുറുനരിയുടെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. കുറുവന്നൂർ വാട്ടർ ടാങ്കിനു സമീപം താമസിക്കുന്ന പെരുമ്പുള്ളി വീട്ടിൽ രാജൻ, തണ്ടിലം പൊടിയറ വീട്ടിൽ വിജയൻ എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കേരളത്തിന്റെ ആരോഗ്യരംഗം ഉൾപ്പെടെ സർവ്വമേഖലയും തകർന്നടിഞ്ഞുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് ചിറ്റണ്ടയിൽ സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖല സമ്പൂർണമായും തകർന്നതിനെ തുടർന്ന് സാധാരണക്കാരായ രോഗികൾ ദുരിതമനുഭവിക്കുകയാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ അടിയന്തര സർജറിക്കാവശ്യമായ നൂലും ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലെന്ന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ മേധാവികൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. വികസനം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ നിർമ്മിക്കൽ മാത്രമാണ്. ഇത് രോഗികൾക്ക് വേണ്ടിയല്ല, മറിച്ച് അഴിമതിക്കു വേണ്ടി മാത്രമാണ്. ആരോഗ്യമേഖലയുടെ പരാജയം മറച്ചുവെച്ച് PRO വർക്ക് നടത്തി അവാർഡുകൾ ഉണ്ടാക്കിയെടുക്കുവാനാണ് വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പരിശ്രമം. പെൻഷൻ ലഭിക്കാതെ പാവപ്പെട്ട ഗുണഭോക്താക്കൾ വലയുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വൻ പരാജയമാണ്. കൂടുതൽ മദ്യഷാപ്പുകൾക്ക് അനുമതി നൽകി കേരളത്തിലെ ജനങ്ങളെ ലഹരിക്കടിമകളാക്കിയ പിണറായി വിജയൻ സർക്കാരും CPM-ഉം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നേടുവാനാണ് ശ്രമിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എന്റെ പ്രായമുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി ശസ്ത്രക്രിയ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് വിതുമ്പുകയാണ് എന്ന് മെഡിക്കൽ കോളേജിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു അധികാരി, അവിടുത്തെ മേധാവി സാമൂഹ്യ മാധ്യമത്തിൽ പരസ്യമായി പോസ്റ്റ് ഇട്ടു. മരുന്നിന് വേണ്ടി, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് വേണ്ടി, നൂലിന് വേണ്ടി രാഷ്ട്രീയക്കാരുടെ തിണ്ണ നിരങ്ങേണ്ട ഗതികേടിലാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മേധാവി തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യമേഖലയിലെ മികച്ച പ്രകടനത്തിന് കഴിഞ്ഞ ആഴ്ചയാണ് വീണ ജോർജിന് വിക്ടോറിയൻ പാർലമെന്റ് അവാർഡ് കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച ദേശാഭിമാനി എടുത്തു വായിച്ചു നോക്ക്. വിക്ടോറിയൻ പാർലമെന്റ്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. ചിറ്റണ്ട സ്വദേശിനി റിയ റിസ്വാന പെൻസിൽ കൊണ്ടുവരച്ച സന്ദീപ് വാര്യരുടെ ചിത്രം ചടങ്ങിൽ കൈമാറി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, PS സുനീഷ്, MK ജോസ്, അജു നെല്ലുവായ്, സുന്ദരൻ ചിറ്റണ്ട, സതീഷ് ഇടമന, MG വിവേക്, ഷിയാസ് ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു. പുലിയന്നൂർ വെള്ളാറ്റഞ്ഞൂർ റോഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിനെ പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ ചൊവ്വന്നൂർ സ്വദേശി ഭരത്തിനാണ് പരിക്കേറ്റത്. രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് മുറിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. പൊന്നിയൂർ കുഴിങ്ങര രവിനഗർ ഇസ്മായിൽ റോഡിൽ മാമ്പുള്ളി രാജുവിന്റെ ഓടിട്ട വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ ചുമര് തകർന്നു. 64-കാരനായ രാജുവിനെ കൂടാതെ ഭാര്യയും മകനുമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. കൽപ്പണിക്കാരനായ രാജു കിടപ്പിലായതോടെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് നിത്യജീവിതം കുടുംബം തള്ളി നീക്കുന്നത്. വാർഡ് മെമ്പർ റസീന ഉസ്മാൻ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ
മോർ യാക്കോബ് മഫസ്കോ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ കൊയിനോണിയ ഡയാലിസിസ് സെന്ററിലേക്ക് 30 പേർക്കുള്ള ഡയാലിസിസ് ഫണ്ട് കൈമാറി. ഡയാലിസിസ് സെന്റർ ഡയറക്ടർ മോർ അപ്രൈം മാത്യൂസ് മെത്രോപൊലിത്ത ഫണ്ട് ഏറ്റുവാങ്ങി. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന യൂത്തിനൊരു കൈത്താങ് എന്ന പേരിൽ നടത്തിയ 2 രൂപ ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയാണ് ഡയാലിസിസ് സെന്ററിലേക്ക് കൈമാറിയത്. MYM യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റും പള്ളി വികാരിയുമായ ഫാദർ ബേസിൽ കൊലാർമാലി, സെക്രട്ടറി റൈവിൻ വിറ്റി, ജോയിന്റ് സെക്രട്ടറി സുവിൻ KS, കൺവീനർ ജിജോ K ജോർജ് എന്നിവർ ചേർന്ന് തുക കൈമാറി. യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിനു P ബാബു, ട്രഷറർ അനുമോൻ C തമ്പി, വനിതാ ജോയിന്റ് സെക്രട്ടറി സൈബി സജോയ്, ചാരിറ്റി കോർഡിനേറ്റർ ജിജോ C തമ്പി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രമുഖ CPI നേതാവായിരുന്ന MC കുഞ്ഞുമോൻ അനുസ്മരണം നടത്തി. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞമനേങ്ങാട് കൊടമന സ്മാരക മന്ദിരത്തിൽ ചേർന്ന യോഗം CPI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KK ജ്യോതിരാജ്, ഹനീഫ കൊച്ചനൂർ, KM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ PN നമ്പൂതിരി സ്മാരക അവാർഡ് ലഭിച്ച പ്രമുഖ നാടക സംവിധായകൻ ബാബു വൈലത്തൂർ, സാമൂഹിക പ്രവർത്തകൻ VM മുഹമ്മദ് കുട്ടി, സൂര്യ കലാലയം, പവിത്ര കണ്ടമ്പുള്ളി, സൂര്യഗായത്രി, കൃഷ്ണദേവ് തുടങ്ങിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ലോക്കൽ സെക്രട്ടറി സുധീഷ് അമരായിൽ സ്വാഗതവും T ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനവും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷ്യകിറ്റിന്റെ വിതരണോദ്ഘാടനവും നടന്നു. 6 മാസം തുടർച്ചയായി ഭക്ഷ്യകിറ്റ് നൽകുന്ന സ്നേഹസാന്ദ്രം പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ MV രത്നകുമാർ, സോഷ്യൽ സയൻസ് അധ്യാപകരായ ലിജി, സുവർണ എന്നിവർ സംസാരിച്ചു. ജൂലൈ 9 നടക്കുന്ന പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി കാൽനട ജാഥ നടത്തി. ചിറക്കൽ സെന്ററിൽ CITU ഏരിയ വൈസ് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ജെറുസലേം സെന്ററിൽ ചേർന്ന സമാപന സമ്മേളനം CITU വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ CITU കുന്നംകുളം ഏരിയ വൈസ് പ്രസിഡന്റ് TC ചെറിയാൻ, വൈസ് ക്യാപ്റ്റൻ AITUC നേതാവ് PK രവീന്ദ്രൻ, ജാഥ മാനേജർ INLLC നേതാവ് PC സണ്ണി എന്നിവർ സംസാരിച്ചു. VK ബാബുരാജ്, AA മണികണ്ഠൻ, മനോജ്, VC ഷാജൻ, PC സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയിൽ ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും മുൻനിർത്തി സംവാദം നടന്നു. GHSS ചാത്തന്നൂരിലെ ഹയർ സെക്കൻഡറി അധ്യാപികയും നാട്ടുകാരിയുമായ ദിവ്യ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ, ശ്യാമ ദേവദാസ്, ബാലകൃഷ്ണൻ മേലേപുരയ്ക്കൽ, ദിവ്യ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. BJP കാണിപ്പയ്യൂരിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയിച്ച വിദ്യാർത്ഥികളെ BJP നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ അനുമോദിച്ചു. രാഹുൽ ചന്ദ്രൻ, ഉമേഷ്, ബിനു, സുബീഷ്, നിതീഷ്, രഞ്ജിത്ത്, ചന്ദ്രൻ V നായർ, ചന്ദ്രൻ PT, ചന്ദ്രൻ PV എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ആളൂർ മഹാകുടുംബം ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിക്കുന്ന ആദരവ് 2025 സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഫൊറോന പള്ളിയിൽ നടന്ന പരിപാടി ആളൂർ മഹാകുടുംബം ഗ്ലോബൽ വൈസ് ചെയർമാൻ ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AD ഡാമി, കോർഡിനേറ്റർ AN ജോർജ്, AJ കുര്യാക്കോസ്, സാജു മാസ്റ്റർ, AV ജോൺ, സുനിൽ ആളൂർ, സജി ആറ്റത്ര, ഹേൽമരിയ സാജു, ജസ്ലിൻ ജോഷി, അബി AD അൽജോ എന്നിവർ സംസാരിച്ചു. ഞമനേങ്ങാട് പ്രകാശ് ലൈബ്രറി ആർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് AK ജോൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, EA മുഹമ്മദ് അലി, KS പ്രദീപ്, മജീദ് മാസ്റ്റർ, MK മുഹമ്മദ്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് വികസന സമിതിയുടെ വാർഷിക പൊതുയോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി പ്രസിഡന്റ് വേണു ഐക്കര അധ്യക്ഷനായി. വാർഡ് വികസന സമിതി രക്ഷാധികാരി PD ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ PN അനിൽ മാസ്റ്റർ, CF ജോയ്,
ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത്, വായനശാല പ്രസിഡന്റ് AN സോമനാഥൻ, സൈമൺ പുത്തൂർ, മുൻ പഞ്ചായത്ത് അംഗവും സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ LC ഔസേപ്പ്, സെക്രട്ടറി MS രാജേഷ്, ജോളി, സിസ്റ്റർ റീന പുറത്തൂർ, ജോജി തട്ടിൽ എന്നിവർ സംസാരിച്ചു. VO ജോയ് സ്മാരക എൻഡോമെന്റ് വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു. സൈക്കോളജിസ്റ്റ് സീതാലക്ഷ്മി മനസ്സിനെ മനസ്സിലാക്കാം, പുതിയ കാലത്തിന് മനസ്സൊരുക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് അനൂപ് വെള്ളാറ്റഞ്ഞൂർ നയിച്ച സംഗീത പരിപാടിയും അരങ്ങേറി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ആദരം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാം പാത്രമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മാറഡോണ പീറ്റർ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP രാമചന്ദ്രൻ, PN അനിൽ, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് KA മോഹനൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുഴിങ്ങര CHM കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്ക് ചേക്കുഹാജി പുരസ്കാരം നൽകി അനുമോദിച്ചു. കുഴിങ്ങര CHM കലാസാംസ്കാരിക വേദിയിൽ വെച്ച് നടത്തിയ പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. GCC കമ്മിറ്റി ഭാരവാഹി AP സിദ്ദിഖ്, അഷ്കർ കുഴിങ്ങര, നൌഫൽ, ഷെറഫു, ജാബിർ എന്നിവർ പങ്കെടുത്തു. CHM പ്രസിഡന്റ് അബി കുഴിങ്ങര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫാസിൽ സ്വാഗതവും ട്രഷറർ യാസിർ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,915 രൂപ, പവന് 71,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 115 രൂപ. ചരമം എറണാകുളം ജയ ഇലക്ട്രിക്കൽസ് ഉടമ പഴഞ്ഞി പെരുന്തുരുത്തി കൊള്ളന്നൂർ പരേതനായ ചേറുമകൻ മെറീഷ് നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് പെരുന്തുരുത്തി മോർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ചിന്ന മാതാവും ടെസി ഭാര്യയുമാണ്. മെറീന എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.